വിശ്വനാഥൻ സാറിന്റെ പണം കൊണ്ടാ താൻ ഈ വീടും സ്ഥലവും വാങ്ങിയത്. അർച്ചനയ്ക്ക് വേണ്ടി രാജപ്പന് മേൽ ഭീഷണിയുമായി വിശ്വനാഥൻ. സാറിന് കഴിയും, രാജപ്പൻ തന്നെ എഴുതി കൊടുക്കുകയും ചെയ്യും. ഇതുവരെ നിങ്ങളോട് ഞാൻ മാന്യമായിട്ട് പെരുമാറി. ഞാൻ ഇനി ഈ നാട്ടിൽ നിന്നാ എന്റെ സ്വഭാവം മാറും. അർച്ചന എവിടെയുണ്ടെന്ന് താൻ പറയിപ്പിക്കുമെന്ന് ജവളയുടെ ഭീഷണി. അത് ഓർമ്മിച്ച് വെച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. രാത്രി മഴ തുടരുന്നു. അർച്ചന എവിടെയുണ്ടെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഞങ്ങളോടൊന്നും പറയാതെ അവള് പോയത്. നീ ഇവിടെ വന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യവുമില്ല. അറിയാത്ത കാര്യങ്ങൾ ഞങ്ങൾ എങ്ങനെ പറയും? ഇപ്പൊ പറയാത്ത പല കാര്യങ്ങളും നിങ്ങൾ പറയും. ഞാൻ ചോദിക്കാതെ തന്നെ പറയും. ചേച്ചിയെ രക്ഷിക്കാൻ നോക്കുമ്പോ പണി കിട്ടാൻ പോകുന്നത് അനിയത്തിമാർക്കാണെന്ന് മറക്കണ്ട. എന്നാ നമുക്ക് കാണാം. സജി പാടാ. നമുക്ക് പോലീസിലൊരു പരാതി കൊടുക്കാമേ. ഊരും പേരും ഇല്ലാത്ത ഒരുത്തന്റെ പേരിൽ എന്ത് പരാതി കൊടുക്കാനാ? അവൻ പേടിച്ചു പോകുന്നാണോ നിങ്ങൾ കരുതുന്നത്? അനുഭവിക്കല്ലാതെ വേറെ വഴിയില്ല. കുളിച്ചതല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് മാമുണ്ണാൻ കൊതിയായോ? ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങിട്ട് മാമുണ്ടാ മതി. അത്രയ്ക്ക് കൊതിയൊന്നും വേണ്ട. കിടക്കട്ടോ, കരയില്ലേ 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 കരയില്ലേ. ഓ വേണ്ട വേണ്ട വേണ്ട, കരയണ്ട കേട്ടോ. വിഷമിക്കരുത്. കൂടെ ഞാനുണ്ടെന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാവണം. വീട്ടുകാരുടെ സമ്മതത്തോടെ തന്നെ ഞാൻ അർച്ചനെ കൂട്ടിക്കൊണ്ടു പോകും. ഒരു രാത്രി എൻ്റെ ഒപ്പം കഴിഞ്ഞ പെണ്ണിനെ തള്ളിക്കളയാൻ അവരിനി പറയില്ല. ആലിസ്, ആളെ മനസ്സിലായില്ലേ? എൻ്റെ ഹസ്ബൻഡാ. ഇങ്ങനെ ഒരാളെ കിട്ടിയത് മുജ്ജന്മത്തിൽ ഞാൻ ചെയ്ത പുണ്യമാ. ദിവസം കുറഞ്ഞത് 4 തവണയെങ്കിലും വിളിക്കും. എൻ്റെ കാര്യത്തിൽ വലിയ ടെൻഷൻ ആസ്വദിക്കും. മാഡം ഭാഗ്യമുള്ളവളാ. ഞാൻ പ്രഗ്നൻ്റ് ആയത് മുതൽ ഡെലിവറി കഴിയുന്നതുവരെ സുധി അനുഭവിച്ച ടെൻഷൻ ഒരു ഭർത്താവിനും ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. എന്നെ മോനെ ഒന്നിച്ച് കണ്ടപ്പോഴാ ശ്വാസം നേരെ വീണ്. നിന്നോട് ഞാൻ എന്ത് പറയാനാ? സങ്കടമാണോ സഹതാപമാണോ എന്ന് എനിക്കറിയില്ല. ആലിസിന് ഞാനൊരു ആൽബം കാണിച്ചു തരാം. സുധിയുടെ കുസൃതിയാ. നിക്ക്. വിവാഹ ആൽബമാണോ? അത് വേറെ, ഇതാദ്യം ഒന്ന് നോക്ക്. എന്താ ഇതൊക്കെ? ആ, മനസ്സിലായില്ലേ? 3 മാസം മോനെ വയറ്റിലുള്ളപ്പോഴുള്ള ഫോട്ടോ മുതൽ ഡെലിവറിക്ക് ഒരാഴ്ച മുമ്പ് എടുത്തത് വരെ ഉണ്ട്. എന്തിനാ ഇതിന്റെയൊക്കെ ആവശ്യം? അത് സുധിയുടെ തമാശയെന്ന് ഞാൻ പറഞ്ഞില്ലേ. മോന് തിരിച്ചറിവാകുമ്പോ അവന് കാണിച്ചു കൊടുക്കാനാണത്രേ. സത്യം അതൊന്നുമല്ല, സുധിക്ക് കാണാനാ. ദേ നോക്ക്. നിയമത്തിന് മുൻപിലും കുഞ്ഞ് സ്വന്തമെന്ന് സ്ഥാപിക്കാനുള്ള ബുദ്ധി. വക്കീലല്ലേ? ആ, ഇനി ഒരു കാര്യം കാണിച്ചു തരാം. ദേ മോന്റെ കൂടെ കിടക്കുന്ന ഇത് നൂലുകെട്ടിന്റെ. ഇതാ സുധിയുടെ അമ്മ. എന്ത് സുന്ദരിയല്ലേ? അമ്മയുടെ സൗന്ദര്യം കാണുമ്പം എനിക്ക് പലപ്പോഴും അസൂയ തോന്നാറുണ്ട്. അച്ഛൻ എതിർക്കും, എനിക്കതിൽ ഒരു സംശയമില്ല.
പക്ഷെ അമ്മയുടെ മനസ്സെന്നും എൻ്റെ കൂടെ ഉണ്ടാവും. താൻ ടെൻഷൻ ആവണ്ടടോ. അച്ഛൻ്റെ എതിർപ്പില്ലാതാക്കാൻ അമ്മയ്ക്ക് കഴിയും. അല്ല, ഇതിൽ സുധി സാറിന്റെ അച്ഛന്റെ ഫോട്ടോ ഇല്ലല്ലോ. സുധിയുടെ അച്ഛനൊരു പ്രത്യേക ടൈപ്പാ. പുള്ളി ഫോട്ടോയ്ക്കൊന്നും അങ്ങനെ നിൽക്കില്ല. ഭയങ്കര ഗൗരവോ. അമ്മയുമായി പ്രായത്തിൽ കുറച്ച് വ്യത്യാസമുണ്ടേ. മാഡത്തിന്റെ അച്ഛനെയും അമ്മയും കണ്ടില്ല. അച്ഛനും അമ്മയും ഡൽഹിയിലായിരുന്നു. വയറ് വിശന്നോടാ? എന്നാ അലിസിയല്ലോ, ഞാൻ അവന് പാല് കൊടുത്തോളാം. അല്ല, ഞാൻ കൊണ്ടു നടന്ന് കൊടുത്തോളാം. കുഴപ്പമില്ല, ഞാൻ കൊടുത്തോളാം. നമുക്ക് പാല് കുടിക്കാം. ഞാൻ കൊടുത്തിട്ട് വരാം. ഇനി മമ്മ കുടിക്കാം. അവൻ കുടിച്ചിട്ട് വേണ്ടേ? കൊന്നുകളയെന്ന് കരുതിയ സാറേ, അന്ന് സാറിനെ പറ്റിച്ചതാന്ന് പറഞ്ഞേ. സാറിനെ ഞാൻ ചതിച്ചിട്ടില്ല. കാർത്തികനെ അർച്ചനയും കൊണ്ട് പോയതിനു ശേഷവും പണിക്ക് പോലും പോവാതെയാണ് ഞാൻ അവിടെ തിരിഞ്ഞു കിടന്നേ. സാറിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ. കുഞ്ഞ് കൈവിട്ട് പോയിട്ട് താനെന്താണോ എന്നെ അറിയിക്കാത്തെ? എനിക്കതിനെങ്ങനെ കഴിയും സാറേ? ചെന്നൈയിൽ നിന്നൊരു കത്ത് വന്നില്ലേ, അതെവിടെ? അത് പോലീസിന്റെ കയ്യിലെ കൊച്ചമ്മേ. ആ കത്ത് കണ്ടപ്പോൾ അവർ കേസിന് വലിയ പ്രാധാന്യം കാണിച്ചില്ല. അർച്ചന ഇപ്പൊ എവിടെയുണ്ട്? എൻ്റെ മക്കൾ ചെന്ന് കരഞ്ഞു പറഞ്ഞിട്ട് അവൾ വീട്ടിലേക്ക് വന്നേ. എന്നെ അവൾക്ക് ഇപ്പോഴും വിശ്വാസമില്ല. ഏതോ കൂട്ടുകാരി വഴി ഒരു ജോലി ശരിയാക്കി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ പോയി. ഇനിയെങ്കിലും നിങ്ങൾ കള്ളം പറയരുത്. അവള് പോയത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. എൻ്റെ 2 മക്കളാണ് സത്യം. അവൾ ജോലിക്ക് പോയ കമ്പനി എനിക്കറിയില്ല. ഒരാവശ്യം വന്നാൽ അവളെ ഇങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടാ പോയത്. എന്നിട്ട് അവള് വിളിച്ചില്ലേ? ഇല്ല, അത് എന്നെ പേടിച്ചിട്ടാ. എന്ത് ജോലി അവൾക്ക് കിട്ടിയേ? ചെന്നൈയിൽ ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിട്ടാ. രാജപ്പ, ഇനി നിങ്ങളെ ഞങ്ങൾ ദ്രോഹിക്കില്ല. അവക്ക് ഒരു ആപത്തും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. അവളെ പറ്റി എന്തെങ്കിലും വിവരം അറിയാമെങ്കിൽ ഒന്ന് പറയേ. എനിക്കും എൻ്റെ മക്കൾക്കോ അവൾ എവിടെയുണ്ടെന്ന് അറിയില്ല. സത്യമാ ഞാൻ പറഞ്ഞത്. പിന്നെ അവളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന ചെവളരാഘവൻ അവൾ വന്നതറിഞ്ഞ നാട്ടിലുണ്ട്. അവൻ്റെ വരവ് മനസ്സിലാക്കിയ അവൾ പോയത്. അർച്ചനയെ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ എൻ്റെ മക്കളെ കൊണ്ടുപോകുന്ന അവൻ്റെ ഭീഷണി. എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല സാറേ. നീ പൊയ്ക്കോ. അയാള് പറഞ്ഞതൊന്നും കള്ളമല്ല വിശ്വേട്ട. എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെത്തി താ വിശ്വേട്ട. നമ്മൾ ബുദ്ധിമാന്മാരാണെന്ന് സ്വയം നടിച്ചിട്ട് മണ്ടന്മാരായി പോയി അളിയ. അന്ന് ഗീത പിന്നാലെ നടന്ന് പറഞ്ഞതിനൊന്നും നമ്മൾ കാതു കൊടുത്തില്ല. അത് പിന്നെ രാജപ്പന്റെ സ്വഭാവം വെച്ചാ അവനൊരു ഫ്രോഡാണെന്ന് വിധി എഴുതിയത്. അന്നത്തെ അവന്റെ പരിങ്ങല് കണ്ട ആരായാലും സംശയിച്ചു പോവില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും നടരാജ? ജയന്തിയുടെ മുന്നിൽ വെച്ചുള്ള രാജപ്പന്റെ ഏറ്റുപറച്ചില വിനയായത്. ഇനി നമുക്ക് ജയന്തി സ്വസ്ഥത തരില്ലളിയ. എവിടെന്നായാലും ആ കുഞ്ഞിനെ കണ്ടെത്തി കൊടുത്തേ പറ്റൂ. ആ കുഞ്ഞിനെ വിട്ടുകളയാൻ പറ്റില്ല നടരാജ. അർച്ചനയെ ഫോക്കസ് ചെയ്ത ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. അവളെപ്പറ്റി എല്ലാം അറിയുന്ന ആളുകളായിരിക്കില്ലേ ആ ലെറ്റർ അയച്ചത്? അതെ. അർച്ചനയും രാജപ്പനെയും അവർ തിരിച്ചറിഞ്ഞ നിലയ്ക്ക് കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ അവർക്കൊരു പ്രയാസം ഉണ്ടാവില്ല. അവരത് അന്വേഷിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. അവരന്വേഷിച്ച് കാണുള്ളിയ, ചിലപ്പോ തിരിച്ചറിഞ്ഞും കാണും. വർമ്മസാറിന്റെ വിധിയാ എനിക്കിപ്പോൾ വന്നിരിക്കുന്നത്. ആദ്യം ഒരു കുഞ്ഞിനെ സ്വീകരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അന്ന് ഞാൻ എതിർക്കാതിരുന്നത്
കുഞ്ഞിന്റെ അച്ഛൻ വർമ്മയുടെ മകനാണെന്നറിഞ്ഞിട്ടല്ലേ? SP വിശ്വനാഥന്റെ മകന്റെ കുഞ്ഞിനെയാണ് അവർ വളർത്തുന്നതെന്ന് ആ കുഞ്ഞിനെ കൊണ്ടുപോയവരറിയും. അത് പാടില്ല നടരാജ. കുഞ്ഞാരുടെ കയ്യിലാണെങ്കിലും അതിനെ കണ്ടെത്തി നമുക്ക് തിരിച്ചു പിടിച്ചേ പറ്റൂ. അളിയ, ഇതൊരു കീറാമുട്ടിയാണ്. വളരെ കരുതലോടെ വേണം മുന്നോട്ട് പോവാൻ. നമ്മൾ അതിനെ കണ്ടെത്തുക തന്നെ ചെയ്യും. എനിക്കത് സുധിയോടുള്ള വെല്ലുവിളി കൂടിയാ. ആദ്യം വേണ്ടത് അവനിപ്പോ എടുത്തു വളർത്തുന്ന ആ കുഞ്ഞിനെ ഒഴിവാക്കിയാണ്. എന്താ അളിയൻ പറഞ്ഞു വരുന്നത്? ഞാൻ എന്തിനു മനസ്സിൽ ഒളിച്ചു വെക്കണം? ഇനിയെല്ലാം അറിയേണ്ടത് സുധിയുടെ വിശ്വസ്തയായ ഭാര്യയാണ്. ഉടനെ അളിയൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. ജയന്തിയോടൊന്നും ആലോചിക്കാതെ എടുത്തു ചാടിയാൽ അളിയൻ ഒറ്റപ്പെട്ടു പോകും. വാപ്പച്ചി നാളെ വരുമോ മമ്മി? വാപ്പച്ചി മോളോട് പറഞ്ഞിട്ടല്ലേ പോയത്? പഠിച്ചത് മതി, മോള് പോയി കിടക്ക്. മമ്മി ജോലി തീർത്തിട്ട് വേഗം വരാട്ടോ. പെട്ടെന്ന് വരണേ. എന്തൊക്കെയാ റോസ്ലി ബംഗ്ലാവിലെ പുതിയ വിശേഷങ്ങൾ? ഇപ്പൊ നല്ല വിശേഷങ്ങളാ. എന്തിനാ ഇപ്പൊ മാത്രമാക്കിയത്? എന്നും അങ്ങനെ ആവട്ടെ. ജീവിതത്തിൽ ഏറ്റവും സമാധാനം അനുഭവിക്കുന്ന സമയമാ ഇതെന്ന് തോന്നുന്നു. എനിക്ക് ഈ സന്തോഷവും സമാധാനവും ഒക്കെ സമ്മാനിച്ചത് നിങ്ങളാ. ആലീസിനെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല സ്നേഹ. പെറ്റമ്മയ്ക്ക് പോലും ഇത്ര സ്നേഹം സ്വന്തം കുഞ്ഞിനോട് തോന്നില്ല. അങ്ങനെയാ അവൾ എന്റെ മോന്റെ കാര്യങ്ങൾ നോക്കുന്നേ. അവളൊരു വീട്ടുജോലിക്കാരിയല്ല, അത് തന്നെയാ കാരണം. നിവൃത്തികേട് കൊണ്ട് വന്നതല്ലേ? എനിക്കതറിയാം. ഒരുത്തിയെ കുറച്ചുകാലം ഞാൻ സഹിച്ചതല്ലേ. ആലീസിനെ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ആന്റിയെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. ചില ആളുകൾ നമ്മുടെ മനസ്സ് കീഴടക്കുന്ന എത്ര പെട്ടെന്നാ. അതുപോലെ ആലീസും. മോൻ കരഞ്ഞു തുടങ്ങിയ അവളെ കണ്ട അപ്പ കരച്ചിൽ നിർത്തും. ആലീസിന്റെ മുഖത്ത് നോക്കി അല്പനേരം കിടക്കും. ആലീസ് എന്ന് ചിരിച്ച കൈകാലിട്ട് അടിച്ച ഒരു പ്രകടനമുണ്ട്. ആലീസിന് എന്തൊരു മാന്ത്രിക ശക്തി ഉള്ളതുപോലെ തോന്നും. എന്ത് മാന്ത്രിക ശക്തി? ഒന്നുമില്ല. കുഞ്ഞുങ്ങളെ കയ്യിലെടുക്കുന്നതിന് ഒരു രീതിയുണ്ട്. അങ്ങനെ എടുത്താ കുഞ്ഞിന് സുഖം തോന്നും. ശരിയായിരിക്കും. എനിക്ക് ഇതുവരെ അവനെ നേരെ ചൊവ്വയൊന്നും എടുക്കാൻ പോലും അറിയില്ല. പിന്നെ അർച്ചനെ പറ്റി വല്ല വിവരമുണ്ടോ? അതേപ്പറ്റി ഫൈസിയൊന്നും പറയുന്നതായി കേട്ടില്ല. കുറച്ചു ദിവസങ്ങളായി തിരക്ക് പിടിച്ച പരിപാടികളല്ലേ. ആ ലെറ്റർ കയ്യിൽ കിട്ടിയതോടെ അവൾ ഒതുങ്ങുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അവളിപ്പോ എവിടെയുണ്ടെന്ന് അന്വേഷിക്കാൻ ഫൈസിയോടൊന്ന് പറയണം. ഇനിയിപ്പോ അതിന്റെ കാര്യമുണ്ടോ? എപ്പോഴായാലും അവൾ എനിക്കൊരു ഭീഷണി തന്നെയല്ലേ. എവിടെയെന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതാ. ഫൈസി വരുമ്പോ പറയാം. ആലീസ് എന്ത് ചെയ്യുന്നു? കുഞ്ഞിനെ കൊണ്ടുവരുന്ന ഉറക്കുന്നുണ്ട്. ആ മോനും ഉറങ്ങാറായി. ആ കിടത്തിക്കോ. മോനെ ആലീസ് കൊണ്ടുവന്നതാ. എന്നാ നീ വെച്ചോ. ആ ശരിടി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്നാ ആലീസ് ചെല്ലോ, ഞാൻ അവനെ ഉറക്കിക്കോളാം. അമ്മയുടെ ഭാവി എന്തു നീ നോക്കുന്നേ? ഇതാദ്യമേ തന്നെ മനസ്സിലായ കാര്യമല്ലേ? ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം എന്നെ ഒരു മന്ദബുദ്ധിയെ പോലെ കളിയാക്കി. ഈ ഒരു വിഷയം പറഞ്ഞുപോയാൽ അപ്പ ജയന്തിയുടെ ഏട്ടൻ ചാടിക്കടിക്കാൻ വരും. ഇപ്പം എന്തായി? രാജപ്പൻ തന്നെ വന്ന് എല്ലാം തുറന്നു പറഞ്ഞില്ലേ? ഒരു ഊഹം മാത്രമാണ് ഉണ്ടായിരുന്നത്. സത്യമാണെന്ന് കരുതുമ്പോഴും അങ്ങനെ സംഭവിക്കരുതെന്ന് ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു. പക്ഷെ ഇപ്പൊ എന്റെ മോന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പായി.
അറിഞ്ഞിട്ട് അത് മനസ്സിൽ വെച്ച് ഞാൻ എങ്ങനെ ജീവിക്കും? എന്തൊരു വിധിയാണ് അർച്ചനയ്ക്ക് വന്നത്. അവളുടെ കയ്യിൽ നിന്ന് കുഞ്ഞും പോയി. എനിക്ക് വയ്യ മോനെ ഇത് താങ്ങാൻ. ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു. ഇപ്പോഴെങ്കിലും വിശ്വേട്ടന് വിശ്വാസം വന്നോ? ഇനി ആര് വിശ്വസിച്ചിട്ട് എന്താ കാര്യം? ആ അമ്മയും കുഞ്ഞും രണ്ടു വഴിക്കായില്ലേ? ഇതിന്റെയൊക്കെ ശിക്ഷ അനുഭവിച്ചേ തീരൂ. വിശ്വേട്ടൻ ഇനിയെങ്കിലും കുഞ്ഞിനെ അന്വേഷിച്ചാൽ മതിയായിരുന്നു. അർച്ചനെ തള്ളിക്കളയാൻ എനിക്ക് കഴിയില്ല. വിശ്വേട്ടൻ കുഞ്ഞിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്തിനാണെന്നൊക്കെ എനിക്കറിയാം. നിരഞ്ജനയുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിക്കും. അവളോട് എല്ലാം പറയും. അതല്ല ആന്റി വേണ്ടത്. ആന്റിക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ അതിന് കൂട്ടു നിൽക്കരുത്. കുഞ്ഞിനെ കണ്ടെത്താനായാൽ അതിന് അർച്ചനയ്ക്ക് തന്നെ കൊടുക്കണം. അവൾ കുഞ്ഞിനെ പ്രസവിച്ചത് ഉപേക്ഷിക്കാനല്ല, വളർത്താനാ. നിങ്ങൾക്ക് ധൈര്യമായി കുഞ്ഞിനെ അവൾക്ക് കൊടുക്കാം. ഒരു കാലത്തും സുധി അന്വേഷിച്ച് അർച്ചന വരില്ല. ഇവൻ പറയുന്നതാണ് ശരി. നിങ്ങൾക്ക് സുധിയിൽ നിന്ന് അർച്ചനയെ ഒളിപ്പിച്ചെടുത്തുകയല്ലേ വേണ്ടത്? അതിന് അവൾക്കും കുഞ്ഞിനും നിങ്ങൾ സുരക്ഷിതമായൊരു സ്ഥലം കണ്ടെത്തി കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ചെയ്ത ഒരു സന്ദർഭത്തിലും അർച്ചന സുധിയുടെ സഹായം തേടി വരില്ല. ഏത് ദുരിതക്കയത്തിൽ ജീവിച്ചാലും സുധിയെ തേടി അർച്ചനയുടെ നിഴൽ പോലും വരില്ല. ഇനിയും ആന്റിക്കത് മനസ്സിലായില്ലേ? തന്റെ കുഞ്ഞിനൊരു അച്ഛനില്ലെന്ന് അവൾ കരുതി കാണും. കുഞ്ഞ് കൈവിട്ടു പോയപ്പോൾ ആരെങ്കിലും അതിനെ വളർത്തുന്നുള്ള പ്രതീക്ഷ അവളിൽ കാണും. സുധിയുടെ അച്ഛന്റെ ആളുകളുടെ കൈ കിട്ടിയാൽ അതിനെ കൊന്നുകളയുന്ന അവൾക്കറിയാം. അങ്കിളും അച്ഛനും മനസ്സിൽ കാണുന്നത് ഇതല്ലാതെ പിന്നെന്താ? സുധി നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എല്ലാം ഞാൻ അവനോട് തുറന്നു പറഞ്ഞേനെ. അവന്റെ സ്ഥാനത്ത് നിന്ന് അർച്ചനെയും കുഞ്ഞിനെയും കണ്ടുപിടിക്കാൻ നിനക്ക് കഴിയില്ലേ മോനെ? എന്റെ ശ്രമം ഇനി അതിനു വേണ്ടി ആന്റി. അവൾക്ക് വേണ്ടി എനിക്കത് ചെയ്തേ തീരൂ. ജയന്തി, എന്റെ സുധിയുടെ കുഞ്ഞ് എവിടെയായിരിക്കും? ഓ, ഇത് കരയാൻ മാത്രമായിട്ടുണ്ടായ ജന്മമാണോ? ഇങ്ങനെ തൊള്ള കയറി കരച്ചിലുണ്ടോ? വയറൊഴിഞ്ഞ അപ്പ തുടങ്ങും. മോൻ ഉണർന്നായിരുന്നോ? നിരഞ്ജന മാഡം ബാങ്കിൽ പോയിരിക്കാം. ഉറങ്ങിയിട്ട് വേണ്ടേ ഉണരാൻ? ഇതൊരു അത്ഭുത സൃഷ്ടി തന്നെയാ. കുഞ്ഞല്ലേ മാഡം? കുഞ്ഞായിട്ട് തന്നെയാ എല്ലാവരും വലുതാവുന്നേ. ഇപ്പോഴേ ഈ വാശിയെങ്കി ഇത് വളർന്നാലോ? വീടെടുത്ത് തലതിരിച്ചു വെക്കുമല്ലോ. കരയല്ലേ മോനെ? മോന്റെ അമ്മ ഇപ്പൊ വരും. അമ്മ വന്നിട്ട് ഇവൻ എന്താ കാര്യം? അമ്മ എന്ന് പറയാവുന്നല്ലാതെ ഈ കുഞ്ഞിന് കൊടുക്കാൻ ഒരു തുള്ളി പാലില്ല അവൾക്ക്. പാല് കൊടുത്ത് കിട്ടുന്ന സ്നേഹമേ കുഞ്ഞിന് അമ്മയോടുണ്ടാവൂ. അമ്മ കൊടുക്കുന്നതും കുപ്പിപ്പാല്, ജോലിക്കാരി കൊടുക്കുന്നതും കുപ്പിപ്പാല്. അവളെക്കാളും നിന്നോട് ഇവന് താല്പര്യം തോന്നാനും കാര്യം അത് തന്നെയാ. ഇതൊക്കെ കേട്ടാ മാഡത്തിന് വിഷമാവും. ഇവിടെ ഇല്ലാത്തവൾ എങ്ങനെ കേൾക്കാനാ? പിന്നെ ഞാൻ എന്തെങ്കിലും പറയുന്നത് നീ ചെന്ന് കൂട്ടി പറയാതിരുന്നാ മതി. എനിക്ക് ആ സ്വഭാവം ഇല്ല. സാധാരണ ജോലിക്കാരികൾക്കുള്ള സ്വഭാവമാ ഞാൻ പറഞ്ഞത്. ഓ, കൊണ്ടുപോയി നിന്റെ കരച്ചിലൊന്ന് അടക്കു വെച്ചേ. ഇതിന്റെ കരച്ചില എപ്പോഴും ഇങ്ങനെ ചെവി കേൾക്കുന്നത്. ഓ, നിരഞ്ജനക്ക് തന്നെയാണോ ദൈവമേ ഇങ്ങനെ ഒരു കൊച്ചുണ്ടായേ? എന്തിനാ മറ്റുള്ളവരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നത്? അത് കൊള്ളുന്നത് ഈ അമ്മയുടെ നെഞ്ചിലല്ലേ? ഓ ഓ ഓ ഓ ഓ ഓ കരയില്ലേ കരയില്ലേ? ഓ ഓ ഓ ഓ ഓ ഓ. അയാൾ ഇങ്ങോട്ട് വരില്ലെന്ന് ഉറപ്പായി. അയാളുടെ അനന്തരാവകാശിക്ക് ഭാമിനി കാവൽ നിൽക്കുന്നെന്ന ചിന്ത പോലും അയാൾക്കില്ല. മാധവേട്ടൻ എന്നെ ഇറക്കി വിടാൻ വരുമെന്ന ധാരണ മമ്മിക്ക് തെറ്റിമോളെ. അയാൾ വരാതിരിക്കണമെങ്കിൽ അതിനൊരു കാരണമുണ്ട്. നിരഞ്ജനയൊന്നും വിട്ടു പറയുന്നില്ല. ഒരു കാര്യം ഉറപ്പാ, കാറ്റ് നമുക്ക് അനുകൂലമാണ്. ആ കുഞ്ഞിന്റെ കീറലാ സഹിക്കാൻ വയ്യാത്തത്. അവളിവിടെയില്ല, ബാങ്കിൽ പോകുന്നെന്നും പറഞ്ഞാ പോയത്. ആ സെർവന്റിന്റെ കയ്യിലാ കുഞ്ഞ്. അതിന് അവളെ മതി. ഞാൻ നോക്കട്ടെ മോളെ, മമ്മി വന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ. പിന്നെ
ഫ്രെഡിയുമായി ചുറ്റിക്കറങ്ങാനൊന്നും പോവരുത്. മോള് വെച്ചോ. കുഞ്ഞിന്റെ കരച്ചിൽ നിന്നല്ലോ. എന്താ മാഡം? നീ എന്തിനാ വാതിലടച്ച് കുറ്റിയിട്ടത്? അല്ല അത് പിന്നെ വാതിലടച്ച് കുറ്റിയിട്ട് നീ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ മോന് പാല് കൊടുക്കുമായിരുന്നു. അത് വാതിൽ ചാരിയ കൂട്ടത്തില് അറിയാതെ കുറ്റിയിട്ട് പോയതാ. മാഡം വിളിച്ചപ്പോഴാ അറിയുന്നത്. വാതിലടച്ച് കുറ്റിയിടുന്നതേ കള്ളത്തരത്തിന്റെ ലക്ഷണോ?